Welcome to Tasty Buds. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി രസം റെസിപ്പിയാണ്. അപ്പോൾ അത് ഒന്ന് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം, എന്നെങ്കിലും ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് പരിപ്പ് ഞാൻ കഴുകിയതാണ്, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് വെള്ളം. ഇനി അതൊന്ന് അതിലിരുന്നിട്ട് ഒന്ന് വേവട്ടെ. നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതൊന്ന് അതിലിരുന്നിട്ട് നന്നായി വെന്ത് വരട്ടെ. അപ്പോൾ അത് വേവുമ്പോഴേക്കും നമുക്ക് കുറച്ച് സാധനങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്, അത് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് രസം പൗഡറിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രൈ പാനിലേക്ക്. ഇനി നമുക്കതിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ചേർക്കാനുള്ള ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ആദ്യമായിട്ട് ചേർക്കുന്ന കുറച്ച് കായ പൗഡറാണ്. നിങ്ങളടുത്ത് കായം പൊടിച്ചതില്ല എങ്കിൽ അത് ഒന്ന് വറുത്തിട്ട് പൊടിക്കുന്നതിന് കൂടെ ഇട്ടിരുന്നു. ഞാനത് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി അടുത്തത് നമുക്ക് ചേർക്കാനുള്ളത് ഒരു 4 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് 2 ടീസ്പൂണ് മല്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് ബിഗ് ജീരകം എടുത്തിട്ടുള്ളത്, വലിയ ജീരകം എടുത്തിട്ടുള്ളത്, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്മെല്ല് വരുന്ന ആ സമയം വരെ ഒന്ന് വറുത്തെടുക്കണം. പിന്നെ വേറൊരു ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിൽ ചേർക്കാനുണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ്. ഒരു 2 ടീസ്പൂണ് കുരുമുളക്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഞാൻ വറുത്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പൊടിക്കാനുള്ളത് തയ്യാറായിട്ടുണ്ട്. ഇത് നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പൊടിക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഒന്ന് ചൂടാറിയതിന് ശേഷം പൊടിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള രസ പൗഡറിന് വേണ്ടിയിട്ട് ഞാൻ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് അരച്ചെടുത്ത് കൊണ്ടുവരാം, പൗഡറാക്കി കൊണ്ടുവരാം. അപ്പം നമ്മുടെ രസം പൗഡർ റെഡി ആയിട്ടുണ്ട്. നന്നായി ഫൈൻ ഗ്രെയിൻ അല്ല, എന്നാലും അധികം അരയാതിരുന്നിട്ടില്ല, അങ്ങനെയായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപ്പും തക്കാളിയും എന്തായി നോക്കാം. അപ്പം നമ്മുടെ പരിപ്പും തക്കാളിയും നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങളിത് കയ്യിലുണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഇത് കണ്ടില്ലേ വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അത് പരിപ്പും തക്കാളിയും കൂടിയിട്ട് നന്നായി ഒന്ന് ചേർത്ത് കൊടുക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. നിങ്ങളിത് വിസ്കില്ലെങ്കിൽ നമ്മൾ സാധാരണ കയ്യിൽ ഉപയോഗിച്ചിട്ട്, ഞങ്ങളുടെ നാട്ടിലെ കയ്യിൽ എന്നാണ് പറയുക, കയ്യിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായി മാഷായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നന്നായി ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പുളി, അതായത് ഒരു 2 കപ്പ് പുളി പിഴിഞ്ഞത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതായത് ടമാരിൻ ജ്യൂസ്, പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി അതൊന്ന്
തിളച്ച് വരാനാവുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് തിളച്ച് വരാനാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച രസം പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രസം എന്ന് പറയുന്നത് കുറച്ച് നല്ല തിക്ക് കൺസിസ്റ്റൻസി അല്ലല്ലോ, അതായത് നല്ല തിക്കായിട്ടിരിക്കില്ല, കുറച്ച് വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ മിക്സി കഴുകിയ ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പ് വെള്ളം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പിടണം. ഉപ്പൊന്ന് ഇട്ടിട്ടില്ല തീരെ, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഞാൻ ഉപ്പിൻ്റെ പാകമൊക്കെ ഒന്ന് നോക്കട്ടെ. നമുക്ക് തിക്ക് കൺസിസ്റ്റൻസിയാണ്, അതായത് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് തിക്കായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നോക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം പാകമാണെങ്കിൽ നമ്മളിനി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇരുന്ന് അത് പാകമായി വരട്ടെ. ഞാൻ ഉപ്പൊന്നും കൂടി ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഉപ്പൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി അത് ആ മസാലയുടെ, അതായത് നമ്മൾ ആ രസം പൗഡറിൻ്റെ പച്ചച്ചുവയ്ക്ക് ഒന്ന് മാറട്ടെ, അതൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ രസ പൗഡറിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് നല്ലോണം. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഏതായാലും അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു 2 വെളുത്തുള്ളി ചതച്ചത്. 2 വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കാരണം നല്ല തിളക്കുന്ന സമയത്ത് വേണം നമ്മൾ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഒരു 2 ചുവന്ന ഉള്ളി, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പുതിനയില ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുതിനയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതങ്ങനെ ഇരുന്ന് നന്നായി അതിൻ്റെ സ്മെല്ലൊക്കെ അതിലേക്ക് പിടിക്കട്ടെ. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. കണ്ടോ, അപ്പോൾ നമ്മുടെ രസം നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട്. പുതിനയുടെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പുതിന രസം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു തൂമിച്ചെടുക്കുക എന്ന് പറയാം, അതായത് കടുകൊക്കെ അതിൽ തൂമിച്ചെടുക്കണം. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് താളിക്കാനായി, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ തൂമിക്കാനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3
നമ്മുടെ റെഡ് ചില്ലി ഇട്ട് കൊടുക്കാം, ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് ഒരു 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു വലിയ ചുവന്നുള്ളി, പിന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ എന്താ പറയുക, പെപ്പർ പൊടിച്ചത്, കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നന്നായി ഒന്ന് അതിൽ കിടന്ന് ശരിയാവട്ടെ. അപ്പോൾ ഇതെല്ലാം കൂടി ആയിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ താളിക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പുതിന രസത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്കിത് പുതിന രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുതിന രസം റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പുതിന രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വെറൈറ്റി രസമാണ്, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ രസം പൗഡർ ഉണ്ടാക്കുന്ന സമയമൊക്കെ എടുക്കുന്നുള്ളൂ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.